ഹലോ കൂട്ടുകാരെ, ഇതുകൊണ്ട് എൻ്റെ അദീനിയം ആദ്യമായി പൂവിട്ട് കണ്ടപ്പോൾ കേട്ടോ എത്ര മനോഹരമാണ്. ടെറസിൽ വെച്ചപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല വെയിൽ വേണമെന്ന് എല്ലാവരും പറയുന്ന കേൾക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ടെറസിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴില്ലേ പൂ വന്നു കണ്ടോ, മൊട്ട് വന്നു. അപ്പം എനിക്ക് വലിയ സന്തോഷമായി. ആദ്യമായാണ് ഇതിൽ പൂ ഉണ്ടായി കാണുന്നത്. അതുകൊണ്ട് വലിയ സന്തോഷം. പിന്നെ ഞാൻ അതിൻ്റെ ചുവട്ടിയിട്ടേക്കുന്നത് കണ്ടോ, ഈ ടെറസയിലൊക്കെ ഇല്ലേ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കറുപ്പും വെള്ളയുള്ള പൊടി വരുവേ, ടെറസൊക്കെ കാണും. കരിയില അടിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ അടി കാണുവേ. അപ്പോൾ അത് ഞാനിട്ടു കേട്ടോ. എന്നാ ഭംഗിയല്ലേ കാണാൻ, നല്ല രസമല്ലേ കൂട്ടുകാരെ. ഇത് വെള്ളത്തെ റോസ് കളറ് അരിക്കട നല്ല രസമല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കണ്ടോ. ഇതിൻ്റെ മുട്ട് കണ്ടോ, മുട്ട് തന്നെ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ. ആദ്യം കാണുന്ന ഞാനിത്. ഇപ്പം 2 കളറുണ്ട്, ഒന്ന് വയലറ്റ് കളറ്, ഒന്നിത്. നല്ല രസമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണേ. ഞാനിതിൻ്റെ ഒത്തിരി തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വിത്തിൽ നിന്നല്ല കേട്ടോ, തണ്ടിൽ നിന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയാണ്. അത് നല്ല രസം. കവറിട്ടാൽ മതി കൂട്ടുകാരെ. കവറിട്ട ഇത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇച്ചിരി മണ്ണിട്ട് ഇച്ചിരി താഴോട്ട് ഇറക്കാവും, മണ്ണിലോട്ടെ. എന്നിട്ട് നട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാവേ. അത് കഴിഞ്ഞിട്ടില്ലേ നമുക്ക് മൂടിക്കെട്ടി കവറിട്ട് വെക്കുക. കവറിട്ട് വെക്കുമ്പോൾ ഇല്ലേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കാം. പിന്നെ വെള്ളം ഒഴിക്കാനൊന്നും തുറക്കരുത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല തളിര് വരും. അങ്ങനെയാണ് ഞാൻ തൈകൾ ഉണ്ടാക്കി. തണ്ടിൽ നിന്നേ അല്ല, ഇതിന് ആദ്യം പൂ ഉണ്ടാകുന്നത്, അതിന് വിത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കേട്ടോ, എന്നാ രസമല്ലേ. അപ്പോൾ ഒരദീനിയുണ്ട്, നമുക്ക് പല തൈകൾ ഉണ്ടാക്കാം കേട്ടോ. കാണുമ്പം തന്നെ നല്ല സന്തോഷമല്ലേ. ഇലക്കൊക്കെ നമുക്ക് ഒരു കേടുമില്ല. ഞാൻ ഇനി സാപ്പ് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുവേ. വെള്ളം ഒഴിക്കുന്നതിന് വരെ ഇച്ചിരി സാപ്പ് എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഒഴിക്കുന്നത്. പിന്നെ മഞ്ഞൾ വെള്ളം ഒഴിക്കും. ഇത് രസമല്ലേ ഉണ്ടോ. ഇലക്കൊന്നും കേടില്ല. വെയിലത്ത് വെക്കണം കൂട്ടുകാരെ, എന്നാലേ നല്ല പൂവുണ്ടാവുകയുള്ളൂ. ടെറസെ കൊണ്ട് വെച്ചപ്പോൾ അങ്ങ് സംഭവിച്ച കണ്ടോ. ഇത് പ്രൂണിങ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് കണ്ടോ. എന്ത് രസമല്ലേ. വളമായിട്ട് ഞാനില്ലേ ആദ്യമേ ഞാൻ ജൈവവളം ഉണ്ടാക്കുന്നുണ്ട്, പച്ചക്കറി വേസ്റ്റിൻ്റെ. അതിട്ടു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചായപ്പൊടി ഇട്ടു. പിന്നെ പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിക്കും, ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ചൊഴിക്കും. ആഴ്ച തോറും ഒഴിക്കുകയുള്ളൂ വെള്ളം കേട്ടോ. ഇന്ന് ഞായറാഴ്ച ഒഴിച്ചാൽ പിന്നത്തെ 3-4 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒഴിക്കുന്നത്. ഇതിന് വെള്ളമൊന്നും അധികം വേണ്ട. തഴച്ച് വളർന്ന് നിൽക്കുന്ന കണ്ടോ. അങ്ങനെ 2 എണ്ണം പൂവ് ഉണ്ടായി, വയലറ്റും വെള്ളയും. വയലറ്റ് ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, കാണാവേ. എന്ത് രസമല്ലേ പച്ച ഇലയിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. ഇതാണ് നട്ടുപിടിപ്പിച്ച് കണ്ടോ. കവറിട്ട് വെച്ചേക്കുന്ന കണ്ടോ കൂട്ടുകാരെ. ഇങ്ങനെ കവറിട്ട് കെട്ടി വെച്ചാൽ മതിയേ. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു 10-15 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി, തുറന്ന് വിടുക. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾ വെള്ളം ഒഴിക്കുക. കണ്ടോ ഇലകളൊക്കെ വന്നു കണ്ടോ, മുള വന്നു കണ്ടോ. ഇത് ഒരു പറ്റി ഞാനിങ്ങനെ വെച്ചപ്പോൾ അത് പൂച്ച തള്ളിയിട്ട് പിന്നെയും പോയി. എന്നോട് പറഞ്ഞു, പപ്പ പറഞ്ഞു, നിൻ്റെ അദീനിയൊക്കെ പോയെന്ന് അന്ന് തന്നെ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാണ്.
ഇച്ചിരി മണ്ണിൽ ഇച്ചിരിയേ ഇറക്കാം, ഇച്ചിരി പാവും. എന്നിട്ട് വെള്ളം ഒഴിക്കുക. പിന്നെ എന്നിട്ട് 10-15 ദിവസം കഴിഞ്ഞ് ഒഴിക്കാവും. മൂടിക്കെട്ടി വെച്ചാൽ മതി. അപ്പം ആ കൂട് വിയർത്തിട്ട് വെള്ളമാകും. ചിരിച്ച കണ്ട ഓരോ ദിവസം ഇങ്ങനെ നോക്കി നോക്കി അങ്ങനെ കുറേ തൈകളുണ്ടാക്കി. ഇതാണ് ആദ്യം ഉണ്ടായി പൂവ്. കണ്ടോ? വേറെ അങ്ങനെ 2 അദീനിയം ഉണ്ടായി. ഒത്തിരി തൈകളും ഉണ്ടാക്കി. ഈ അദീനത്തിന് വിത്തുണ്ടായി. നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ? കണ്ടോ? ഇങ്ങനെ നിന്നായിരുന്നു ചെടി. പ്രൂണിങ് കഴിഞ്ഞ ശേഷം സംഭവിച്ചത് കണ്ടോ? ഇങ്ങനെയാണ്. നല്ല പൂവുണ്ടായി. കണ്ടോ എത്ര തൈകളുണ്ടാക്കിയെന്ന്. കോഡക്സ് ഇല്ലെന്നേ ഉള്ളൂ, എന്നാലും അത് കുറേ നാൾ കഴിഞ്ഞ് പൂവുണ്ടാവുമല്ലോ. നല്ല ഭംഗിയല്ലേ? വെള്ളത്തെ റോസ് വര പോലെ ആ ഷെയ്ഡ് കാണാൻ നല്ല ഭംഗിയല്ലേ? കണ്ടോ? പാറപ്പൊടിയല്ല, ഇത് ടെറസിലുള്ള പൊടിയാണ് ഞാൻ വാരിയിട്ടേക്കുന്നത്. കണ്ടോ? താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റും ചെയ്യണേ. അങ്ങനെ ഒരദീനത്തിൽ നിന്ന് എത്ര തൈകളുണ്ടാക്കി. താങ്ക് യു സോ മച്ച്.